ഉള്ളിലെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നമുക്ക് ദൈവമല്ല, മറ്റു പല വ്യക്തികളുമാണ്. നമുക്ക് ആ പല വ്യക്തികളെ നമുക്ക് മാറ്റിവെക്കാനോ ഒന്ന് അവഗണിക്കാനോ അവിടുന്ന് നോ പറയാനോ ഒന്നും പറ്റാതെ അവരെ പരിഗണിച്ച് അവർക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മൾ ദൈവത്തെ എത്രയോ അവസരങ്ങൾ മാറ്റിവെച്ച് അവഗണിച്ച് പോയിരിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്നുള്ള ഈശോയുടെ ഉപദേശത്തെ ഒരു പൊതുശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് നാം എടുക്കുന്ന തിരുവചന വിചിന്തന പരമ്പരയുടെ 27ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലെ 7 യാചനകളിൽ ആദ്യത്തെ യാചനയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ കണ്ടു, അവിടുത്തെ അങ്ങയുടെ നാമം പൂജിതമാകണം. നാമത്തെക്കുറിച്ച് ചിന്തിച്ചു, പൂജിതം ആകുന്നതിനെ ചിന്തിച്ചു, എവിടെയാണ് ആകേണ്ടത് ഉള്ളതിനാ ചിന്തിച്ചു. ആ 3ാമത്തെ ഭാഗത്തിന്റെ ബാക്കിയായിട്ട് അപ്പൊ എൻ്റെ ഉള്ളില് ദൈവത്തിന്റെ നാമത്തിന് ഏറ്റവും സംഭവിച്ചത് ആരാധന സ്തുതിപ്പിന്റെ അവസ്ഥ ഉണ്ടാകണമെങ്കിൽ എൻ്റെ ഉള്ളില് ദൈവത്തെ അതുപോലെ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. അറിയുമ്പോഴാണല്ലോ സ്നേഹം നമുക്ക് സാധിക്കുന്നത്. അറിയാത്തതിനെ സ്നേഹിക്കാൻ പറ്റിയല്ല. അപ്പൊ നമുക്ക് അതിനെ വേറെ വാക്കി പറഞ്ഞാൽ, നമുക്ക് ഈശോ എന്ന നാമം, അബ എന്നുള്ള നാമം, പരിശുദ്ധാത്മാവ് പ്രത്യേക ദൈവനാമം, ഈ നാമത്തെക്കാൾ ഇമ്പകരമായി ഇഷ്ടപ്പെട്ടതായിട്ട് വേറെ ഒരു നാമവും ഉണ്ടാവരുത്. ഏതാണ് വചനത്തിലെ പ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്കറിയാമല്ലോ. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ സ്നേഹിക്കുക. അതിനേക്കാൾ വലിയ കൽപ്പന വേറെ ഒന്നുമില്ല. അപ്പോൾ കൽപ്പനയാണ് നിന്നെ എപ്പോഴും നേരക്കാരനെ സ്നേഹിക്കുക. അപ്പൊ നമ്മൾ ദൈവത്തെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ? ഇവിടെ നമ്മൾ ഗൗരവത്തിൽ ഒട്ടും ചിന്തിക്കാത്ത ഒരു മേഖല ഇവിടെയുണ്ട്. അതിന്റെ ചോർച്ച നമുക്കത് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥ അനുഭവം നമുക്കുണ്ടോ? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37ാമത്തെ തിരുവചനത്തില്, എന്നേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ ഭാര്യയോ മക്കളെയോ നിലകൾ എന്തിനെങ്കിലും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും എനിക്ക് യോജിച്ചവൾ അല്ല എന്ന് ഈശോ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തെക്കാൾ അധികമായിട്ട് വേറെ ഒന്നിനെയും സ്നേഹിക്കാൻ പാടില്ല. നമ്മുടെ ഹൃദയത്തിന്റെ അൾത്താരിൽ നിറഞ്ഞു നിൽക്കേണ്ടത് ദൈവമാണ്. ഇത് നമ്മൾ പറയുന്നു, അറിയുന്നു, പഠിപ്പിക്കുന്നു, അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും നമുക്കിത് അനുഭവത്തിന് തീരെ ആയിട്ടില്ല. പല വിശുദ്ധരുടെ ലൈഫിൽ ആയിട്ടുണ്ട്. നമുക്കതിൽ അനേക സാക്ഷ്യങ്ങളുണ്ട്. നമുക്ക് സംഭവങ്ങൾ അറിയാം. അവിടെ ഇതാകാൻ പറ്റാത്ത കാര്യം ചിന്തിക്കരുത്. ഇപ്പൊ നമ്മുടെ ഉള്ളില് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നമുക്ക് ദൈവമല്ല, മറ്റു പല വ്യക്തികളുമാണ്. നമുക്ക് ആ പല വ്യക്തികളെ നമുക്ക് മാറ്റിവെക്കാനോ ഒന്ന് അവഗണിക്കാനോ അവിടുന്ന് നോ പറയാനോ ഒന്നും പറ്റാതെ അവരെ പരിഗണിച്ച് അവർക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മൾ ദൈവത്തെ എത്രയോ അവസരങ്ങൾ മാറ്റിവെച്ച് അവഗണിച്ച് പോയിരിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വേറെ ഒത്തിരി ആൾക്കാരാണ്, ചില വ്യക്തികളാണ്. പക്ഷെ ആ അവസ്ഥ ഒന്ന് മാറി വന്നേ പറ്റൂ. പ്രമാണത്തിന്റെ മുഴുവൻ അടിസ്ഥാനം, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഇതാ: പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആത്മ, സർവശക്തിയോടെ ദൈവത്തെ. ഹൃദയത്തിന് അടുത്താര വിട പറയണം നിറഞ്ഞ ദൈവ സാന്നിധ്യം. നമ്മൾ ആരും ഇങ്ങനെ ആയിട്ടില്ല. ഇത് പറയുന്നത് ഞാനും കേൾക്കുന്ന നിങ്ങളും ആയിട്ടില്ല എന്ന് പറയാനാ എനിക്ക്. എൻ്റെ കാര്യം എനിക്കറിയാം, ആയിട്ടില്ല. നമ്മൾ ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു, പക്ഷെ ആയ വിശുദ്ധരുണ്ട്. കുപ്രത്തിനെ കൊണ്ടാണ് നമുക്കറിയാമല്ലോ ലെവിറ്റേഷൻ, പൊങ്ങിപ്പോകുന്ന വിശുദ്ധൻ. എപ്പോഴാണ് പൊങ്ങിപ്പോയിരുന്നത്? ഒരു ദൈവചിന്ത വരുമ്പോൾ, ഇപ്പം പറമ്പിൽ നിൽക്കുമ്പം പള്ളിമണി അടിക്കുന്ന സ്വരം കേട്ടാൽ മതി. ദൈവത്തിന്റെ സ്വരം പ്രാർത്ഥനയ്ക്കാണ് ക്ഷണിക്കുന്നത്. പള്ളിമണിനാദം കേൾക്കുമ്പം ആ വിശുദ്ധൻ പൊങ്ങിപ്പോയിരുന്നു. പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ ദൂരെ വെച്ച് പള്ളിയുടെ മുഖവാരം കാണുമ്പോൾ പൊങ്ങിപ്പോയിരുന്നു. പള്ളിക്കകത്തോട് കടന്നു വരുമ്പം മാനവാതിനെ കടന്ന് കയറി വരുമ്പോൾ അടുത്താരേക്ക് നോക്കുമ്പോഴേ പൊങ്ങിപ്പോയിട്ട് പള്ളിക്കകത്തിരിക്കുന്ന ആൾക്കാരുടെ മുകളിൽ കൂടെ വിശുദ്ധനിങ്ങനെ അടുത്താരേക്കിലേക്ക് ചെല്ലുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇത് കെട്ടുകഥയൊന്നുമല്ല, ഒത്തിരി പഴയ കഥകളുമല്ല. 2 നൂറ്റാണ്ട് 3 നൂറ്റാണ്ട് പോലും ആയിട്ടില്ല ഇങ്ങനെ വിശുദ്ധം ജീവിച്ചിരുന്നിട്ട്. നമുക്കറിയാം ഇറ്റലിയില് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് ആദ്യം ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഇത് യാഥാർത്ഥ്യം നിഷേധിക്കാൻ പറ്റാതെ വന്നപ്പോൾ അധികാരികൾ ഇങ്ങനെ അദ്ദേഹത്തെ പല സ്ഥലങ്ങളിലേക്ക് അയച്ചു, ആൾക്കാർ കണ്ട് വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. രാജകൊട്ടാരത്തിൽ പോലും കൊണ്ടുവന്നു. ഒരുപക്ഷെ വത്തിക്കാനിൽ പോലും വന്നിട്ടുണ്ട്. അങ്ങനെ മാർപ്പാപ്പായിട്ട് രാജാക്കന്മാരുടെയൊക്കെ മുമ്പിൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് അവസരം കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കുർബാന അർപ്പിക്കും പൊങ്ങിപ്പോവാണ്. ബലിയർപ്പിച്ചിട്ട് നിൽക്കുമ്പോൾ പൊങ്ങിപ്പോയി അടുത്താണ്ട് മുകളിൽ പോയി ഇങ്ങനെ നിൽക്കുന്ന ബലിയർപ്പിക്കുന്ന പുരോഹിതനായ കുപ്രത്തിലെ പുണ്യവാൻ.
ആൾക്കാരെ പിടിച്ച് വലിച്ചാലൊന്നും പോരിയല്ല, തിരുവസ്ത്രത്തിൽ വലിച്ചാൽ പോരിയല്ല. ചിലപ്പോഴൊക്കെ ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ദൈവത്തിന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴേക്കും ആ രോഗിയെ കൂടെ കൂട്ടി പൊങ്ങിപ്പോയ അവസ്ഥകളുണ്ട്. ഇങ്ങനെ ആ ചിന്ത വരുമ്പോഴേ ഉള്ളിൽ ജ്വലിക്കുകയാണ്. ഫിലിപ്പിനേരി പുണ്യവാൻ ദൈവചിന്ത വരുമ്പോഴേ ഉള്ളു കത്തുവാനെന്നാ പറയുന്നത്. അവിടെ കുർബാന അർപ്പിക്കും അദ്ദേഹം വിഷമിക്കുകയാണ്. അദ്ദേഹം മനഃപൂർവ്വം പരവിചാരം ഉണ്ടാക്കുമായിരുന്നാ പറയുന്നത്. കാരണം ദൈവത്തോട് സംഭാഷിച്ച് ദൈവസാന്നിധ്യം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കുർബാന അർപ്പിക്കാൻ പോയ ഉള്ളു ജ്വലിച്ചിട്ട് കത്തിയിട്ട് അദ്ദേഹത്തിന് പരമേശ്വരം എടുത്തിട്ട് നിൽക്കാൻ മേലെന്നാകുമായിരുന്നു. ചരിത്രത്തിൽ പറയാം, അദ്ദേഹം കുർബാനക്കിടയിൽ ഇങ്ങനെ പോക്കറ്റിൽ താക്കോലെടുത്ത് കപ്പ്യാരെ പിടിക്കുന്നു, അങ്ങോട്ട് നിൽക്കുകയാണ്. അങ്ങനെ മനഃപൂർവ്വം പരമചാരം ഉണ്ടാക്കാൻ പോലും നോക്കിയിരുന്നുവെന്നാണ്. അത്രമാത്രം ദൈവം അതുപോലെ ജ്വലിക്കുന്നൊരു അനുഭവമായിരുന്നു. കുഞ്ഞ് അറബി എന്ന് പരാമർശിക്കപ്പെടുന്ന ഒരു മറിയത്തെ ഒരു കേട്ടിട്ടുണ്ടാവും. ഒരു 12 നൂറ്റാണ്ട് ജീവിച്ചിരുന്നയാളാണ് പാലസ്തീനായാൽ. നമ്മുടെ മംഗലാപുരത്തൊക്കെ വന്ന് മടസ്ഥാപിക്കാനൊക്കെ വന്നിട്ട് കോഴിക്കോട് വന്നിട്ട് കപ്പൽ ഇറങ്ങിയിട്ട് പോയി അവിടെ താമസിച്ചിട്ടുണ്ട്. ഈ മറിയം ഇതുപോലെ ദൈവസ്നേഹം കൊണ്ട് ജ്വലിച്ച് പ്രഭാതത്തില് മഠത്തിന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പക്ഷികളെ മരച്ചില്ലയിരുന്ന് ചിലയ്ക്കുന്ന കാണുമ്പോൾ കേൾക്കുമ്പോൾ ആ കൂടെ സ്തുതിക്കാൻ തുടങ്ങും. പൊങ്ങിപ്പോയിട്ട് മരത്തിന്റെ ചില്ലയിൽ പോയിരിക്കുമായിരുന്നാണ്. പിന്നെ മധുരമൊക്കെ ഇറങ്ങി വന്ന് ഒത്തിരി അനുസരണയുടെ പേരിലൊക്കെ ആജ്ഞാപിച്ചാലേ ഇറങ്ങി വരാൻ പറ്റുമായിരുന്നുള്ളൂ. എപ്പോഴും സൂചിച്ചു നടക്കും. ദൈവത്തിന്റെ കാര്യം കേൾക്കുമ്പോഴേ ഇങ്ങനെ കത്തുന്നൊരു ഉള്ളം, അത് ഉള്ളത്തിന്റെ ഉടമയായിരുന്നു. നമ്മുടെ ഓസ്ട്രേലിയ വിശുദ്ധരുടെ ഡയറിക്കകത്ത് വായിച്ചു വരുമ്പോൾ കാണാം, ഈശോയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട് വേറെ ഒന്നും വേണ്ട, ഉള്ളിലിങ്ങനെ സ്നേഹം നിറയുന്നു, ജ്വലിക്കുന്നു. ആ സ്നേഹം നിരന്തരം അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ ഭവിഷ്യ നടക്കുന്നവർ എത്രയോ അവസരങ്ങളാണ് ഭവിഷ്യനെ പങ്കുവെച്ചിരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ മുറിയിൽ കയറി വരും ഈശ്വര സാന്നിധ്യം ഇല്ലെന്നായി പോയ അനുഭവം വന്നപ്പം സങ്കടം സഹിക്കാൻ മേലാതെ കാറിപ്പോകുന്ന അവസ്ഥ, സ്വരം കേൾപ്പിക്കാൻ പറ്റുന്നില്ല. സ്വരം ഒതുക്കി മുറിയിൽ കയറിയിട്ട് മുറി വന്ന് കയറിയപ്പോഴും നിലത്തോട്ടോ അല്ല കട്ടില് വീണച്ചിട്ട് വാ പൊത്തിപ്പിടി സ്വരം കേൾക്കാതെ കാറിയെന്നാണ്. കർത്താവിന്റെ സാന്നിധ്യം കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ നമ്മൾ വിശുദ്ധരെ നിരനിരയായിട്ട് കാണാൻ പറ്റും. അങ്ങനെ കാണുമ്പോൾ അതിനെല്ലാം മുന്നേ പോയത് ഈശോയെന്ന് ഓർക്കണം. ഈശോയ്ക്ക് പിതാവ് എന്തായിരുന്നു? ഈശോ ലൈഫിൽ ഏറ്റവും ആഴപ്പെട്ട അനുഭവം എന്ന് ചിന്തിക്കുമ്പം അബ്ബാന്ന് ദൈവത്തെ വിളിക്കുന്ന അനുഭവമായിരുന്നു. ദൈവത്തെ പിതാവ് എന്നൊക്കെ വിളിക്കുന്ന ശീലം ഈശോക്കാരൊക്കെ ഉണ്ടായിരുന്നു. സങ്കീർത്തനങ്ങളിലേക്ക് കാണുന്നുണ്ട്. എങ്കിൽ പോലും ദൈവത്തോട് ഭയമായിരുന്നു നിറഞ്ഞിരുന്നത്. അത്യുന്നതനായ ദൈവം, അവിടെ ദൈവത്തെ ദൈവമെന്ന് പോലും വിളിക്കാതെ കർത്താവെ അരുണായി എന്നൊക്കെ വിളിച്ചങ്ങനെ അങ്ങനെയൊക്കെയുള്ള യഹൂദ പശ്ചാത്തലത്തിൽ ഈശോ വളർന്നു വരുമ്പോൾ ഈശോയ്ക്ക് ദൈവത്തിന്റെ ഏകപുത്രൻ തന്നെയാണ്. അതുകൊണ്ട് പൂർണ്ണ മനുഷ്യനായുള്ള പരിമിതിയിൽ അങ്ങനെ ജീവിക്കുമ്പോൾ പോലും ഈശോ പോലും അറിയുന്നില്ല എന്തുകൊണ്ടാണ് ദൈവത്തെ ചിന്തിക്കുമ്പോൾ ഇതുപോലെ അടുപ്പ അനുഭവപ്പെടുന്നത്. അബ്ബാന്ന് വിളിച്ചു പോകുന്നു. ആ വാക്കിന്റെ വിളിക്ക് പകരം വേറൊരു വാക്കില്ല. അതുകൊണ്ട് സുവിശേഷ കർത്താക്കൾ ആ വാക്ക് അങ്ങനെ തന്നെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന അവസ്ഥ ഈശോ ഉപയോഗിച്ചിരുന്നുണ്ടായിരുന്നുള്ള രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അബ്ബ നമ്മുടെ കൈശേഷം പറയുകയുണ്ടായി, ദൈവമനുഷ്യന് സ്നേഹിത എന്ന പുസ്തകത്തിൽ മരിയ വാർത്തോർത്ത ദർശനങ്ങൾ കിട്ടുമ്പോൾ അവിടെ ഈശോ സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ വായിക്കുമ്പോൾ വിവരിക്കുമ്പോൾ അത് പ്രാർത്ഥിക്കുന്ന ഈശോ കണ്ടിട്ട് ഓർക്കുന്നുണ്ടെ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഈശോയുടെ ആ നിപ്പും കൈവിരിച്ച് സ്വർഗത്തിലേക്ക് നോക്കിയ മുഖഭാവവും അങ്ങനെ അബ്ബാന്ന് ദൈവത്തെ വിളിക്കാൻ വരെ ആരെ കൊണ്ടും പറ്റത്തില്ലെന്ന് മരിയ വാർത്തോർത്ത കുറിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു വലിയ ആന്തരിക അനുഭവം. ഈ അനുഭവത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ റോമാലേഖനം 8-ാം അധ്യായം 14, 15, 16 വാക്യം പറയാറ്. പുത്രസ്വീകാരത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരിശുദ്ധാത്മാവിനെ അവപിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ ദൗത്യം വ്യക്തികളെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുക എന്നുള്ളതാണ്. അങ്ങനെ മക്കളെ തീർന്നവരുടെ സമൂഹമാണ് സഭ. ആ സഭയെ പടുത്തുയർത്താൻ വേണ്ടി വരങ്ങൾ താനെല്ലാം കൊടുക്കുന്നുണ്ട്. അതെല്ലാം അതിന് പുറമെയാണ്. കാരണം ഈ സഭയെ വളർത്ത സഭ ദൈവരാജ അനുഭവത്തിലേക്ക് വരുന്ന ആൾക്കാരില്ലെങ്കിൽ സഭയ്ക്ക് പ്രസക്തിയില്ല. മനുഷ്യ മക്കളെ ദൈവത്തിന്റെ മക്കളാക്കി മാമോദീസ ഒരു ദൈവര അനുഭവത്തിലേക്ക് കൈപിടിച്ച് ആനയിപ്പിച്ചിട്ട് അത് വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് സഭയുടെ ശുശ്രൂഷ മുഴുവനും. പത്രോസിന് ഈശോ താക്കോലേൽപ്പിക്കും. മത്തായി 14 വായിക്കുന്നില്ലേ, സ്വർഗരാജ്യത്തിന്റെ താക്കോലേൽപ്പിച്ചത് ദൈവരാജ്യത്തിന്റെ താക്കോലാ. സഭയുടെ ഒന്നാമത്തെ ദൗത്യം ദൈവരാജ്യ അനുഭവത്തിലേക്ക് മനുഷ്യ മക്കളെ ജനിപ്പിക്കുക, അതിലേക്ക് ആനയിക്കുക. മാമോദീസ സാത്താന്റെ അടിമത്തതും മോചിപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അച്ചാരമാക്കി ഉള്ളിൽ കിട്ടുന്ന അവസ്ഥ. എന്നിട്ട് അങ്ങനെ ദൈവത്തിന്റെ മകനോ മകളോ ആയി അപ്പ എന്ന് വിളിക്കാൻ ആരംഭിക്കുന്ന മനുഷ്യമക്കൾ ഓരോരുത്തരെയും സഭാ ശുശ്രൂഷകളിലൂടെ അബ്ബ അബ്ബ എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് വളർത്തി പിതാവിന് ചേർന്ന മക്കളായിട്ട് രൂപാന്തരപ്പെടുത്തുക. സഭയുടെ ദൗത്യം അതാണ്. പരിശുദ്ധാത്മാവ് നിരന്തരം ചെയ്യുന്ന അതാണ്. നമ്മൾ പറഞ്ഞ യോഹന്നാൻ റോമ
നമ്മൾ പറഞ്ഞതായ റോമ 8:14-15 ദൈവവാന്മാർ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ പുത്രനാണ്. ഈ പുത്രസ്വീകാരത്തിന്റെ ആത്മാവിന് ഭയത്തിലേക്ക് അനുഭവത്തിലേക്ക് നയിക്കുന്ന ഭയത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവാ. ഈ ആത്മാവ് എന്താ ചെയ്യുന്നത്? ദൈവത്തെ അബ്ബാന്ന് വിളിക്കാൻ നിരന്തരം നമ്മളെ പ്രേരിപ്പിക്കുന്നു, സഹായിക്കുന്നു, പരിശീലിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന്, ഈശോയ്ക്കൊപ്പം മക്കളും കൂട്ടവകാശികളാണെന്ന് സാക്ഷ്യം നൽകുന്നു. വിശുദ്ധ നിരന്തരം ചെയ്യുന്നത് അതാണ്. ഈശോ ഭൂമിയിൽ നമ്മളെ ചെയ്യിപ്പിക്കുന്ന അതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് വിളിക്കാനല്ല ഈ പ്രാർത്ഥന, കർത്തൃ പ്രാർത്ഥന. അപ്പൊ നോക്കിക്ക്, ഇങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് ഈശോ ഏത് രീതിയിൽ ദൈവത്തെ അബ്ബാന്ന് വിളിച്ചോ അതേ അനുഭവത്തോടെ നമുക്കും ദൈവത്തെ അബ്ബാന്ന് വിളിക്കാനുള്ള പരിശീലനമാണ് പരിശുദ്ധാത്മാവ് നിരന്തരം തന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനു വേണ്ടി ഒന്നാമത് ആഗ്രഹിക്കേണ്ടത്, ഉള്ളു തുറക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ഇന്ന് ക്രിസ്മാറ്റിക് ധ്യാനങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നപ്പോഴും വരദാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കൃപകൾ കിട്ടാൻ വേണ്ടി ശുശ്രൂഷ ചെയ്യണം. ദർശനപരം, വചനപ്രഘോഷണപരം, സന്ദേശപരം, അത്ഭുത പ്രവർത്തനപരം, സൗഖ്യദായകപരം, വിടുതൽ പരം, ഇങ്ങനെ വരങ്ങൾക്ക് വേണ്ടി തപ്പി നമ്മൾ സ്ഥലം പുറകെ ഓടുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നത് അതല്ല മക്കളെ, നിങ്ങൾ ഒന്നാമത് ഈ ദൈവത്തെ അബ്ബാന്ന് ഈശോ എങ്ങനെ വിളിച്ച് കാണിച്ചോ, വിളിച്ചുകൊണ്ട് ഭൂമി ജീവിച്ചോ അതേ രീതിയിൽ അബ്ബായെ ദൈവത്തെ വിളിച്ചുകൊണ്ട് ഈ ഭൂമി ജീവിക്കാൻ നീ ഒന്നായിരിക്കേ. നിന്റെ ഉള്ളം അങ്ങനെ ആകട്ടെ, നിന്റെ ഉള്ളിൽ ദൈവരാജ്യം വരട്ടെ, ദൈവത്തിന് നാം പൂജിതമാകട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നീ നിനക്ക് ചുറ്റുമുള്ളവരിലേക്ക് ഈ അനുഭവം പകർന്നു കൊടുക്കാൻ. അവിടെ ശുശ്രൂഷകളുടെ പ്രസക്തി പോലും നിന്റെ ഉള്ളിലില്ലാതെ എങ്ങനെ കൊടുക്കാൻ പറ്റും? നിന്റെ ഉള്ളിലില്ലാതെ കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ പറമ്പിൽ മാവ് വെച്ച് പിടിപ്പിക്കാതെ മാമ്പഴം നാട്ടിൽ കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ പറമ്പിൽ കുളം കുടിക്കാനായിട്ട് ഞാൻ സർക്കാരിന്റെ ഫണ്ടിന് വേണ്ടി സ്ഥലം കൊടുക്കാതെ നാട്ടുകാർക്ക് വെള്ളം കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ എൻ്റെ ലൈഫിലാണ് ഞാൻ ദൈവത്തിന്റെ നാമം പൂജിതമാക്കേണ്ടത്, ദൈവസാന്നിധ്യം നിറയേണ്ടത്. അപ്പൊ അതിന്റെ ബേസിക് അനുഭവം ദൈവത്തോടെ സ്നേഹം നിറയുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഏറ്റവും ഇമ്പകരമായ നാമം, ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി സാന്നിധ്യമായിട്ട് ദൈവം, ആബ പിതാവ്, ഈശോ, പരിശുദ്ധ റൂഹ, ത്രിത്വൈക ദൈവം മാറണം. അവിടെ എന്തുമാത്രം ഞാൻ വളർന്ന് കയറി വരുന്നോ അതനുസരിച്ചാണ് സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന എനിക്ക് അർത്ഥവത്താകുന്നത്. എൻ്റെ ഉള്ളിൽ ഈ ദൈവസ്നേഹവും ദൈവസാന്നിധ്യം നിറയ്ക്കാൻ ഞാൻ കൊടുക്കാതെ എത്ര ഈ പ്രാർത്ഥന ഉരുവിട്ടാലും അത് വെറും അധര സേവയാണ്. ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അധരം കൊണ്ട് മാത്രം ഈ ജനം വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നവെന്ന് യേശയെ ഉദ്ധരിച്ചുകൊണ്ട് ഈശോ പരാതിപ്പെട്ട് നമ്മൾ കാണുന്നത് നമ്മളെ കുറിച്ച് പരാതിയായിട്ട് മാറും. ദൈവങ്ങളുടെ സഹോദരൻ, നമുക്ക് ഈ ദൈവത്തെ നാമത്തിനുള്ള ഈ അനുഭവം ഇല്ല എന്നുള്ളത് അംഗീകരിക്കാം, അതിനുവേണ്ടി ആഗ്രഹിക്കാം, അതിനുവേണ്ടി നിരന്തരം നമുക്ക് കൊതിച്ച് പരിശ്രമിക്കാം. നമുക്ക് പിന്നെ പോയ അനേക വിശുദ്ധര് ഈ അനുഭവത്തിൽ നിർത്തി കയറിയവരാ. ഇപ്പൊ തന്നെയും അനേകര് നമുക്ക് ചുറ്റും എന്നൊക്കെ നിങ്ങൾ പലരും ഈ അനുഭവത്തിൽ വന്നവരായിരിക്കാം, കയറിയവരായിരിക്കാം, ജ്വലിക്കുന്നവരായിരിക്കാം. അതിന് മുന്നേറാൻ സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.